രാവിലത്തെ ഭക്ഷണം പാരീസിൽ, ഉച്ചഭക്ഷണം ആംസ്റ്റർഡാമിൽ, അത്താഴം സിംഗപ്പൂരിൽ. ലോകത്തെ ബിസ്ക്കറ്റ് രാജാവിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നതാണിത്. ബിസ്ക്കറ്റ് രാജാവ്, ഈ പേര് കേൾക്കുമ്പോൾ ഒരു മുഖം മാത്രമാണ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. രാജൻ പിള്ള എന്ന കൊല്ലംകാരൻ്റെ. രാജൻ പിള്ള എന്ന വ്യവസായിയുടെ ജീവിതവും ദുരൂഹമായ മരണവും ഇന്നും ഒരത്ഭുതമാണ്. ആരാണ് രാജൻ പിള്ള? കൊല്ലംകാരനായ രാജൻ പിള്ള ലോകത്തെ ബിസ്ക്കറ്റ് സാമ്രാജ്യം നിയന്ത്രിക്കുന്ന നിലയിലേക്ക് വളർന്നതെങ്ങനെ? ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിക്കൊണ്ടുള്ള രാജൻ പിള്ളയുടെ ദുരൂഹ മരണം എങ്ങനെയായിരുന്നു? രാജൻ പിള്ളയുടെ മരണം ഒരു മലയാളിക്കും അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്നതല്ല. 1970കളുടെ മധ്യത്തിൽ സിംഗപ്പൂരിൽ ഉരുളക്കിഴങ്ങ് ചിപ്സ് വിൽക്കുന്ന ഒരു ഫുഡ് പാക്കേജിംഗ് കമ്പനി നടത്തിയിരുന്ന മലയാളി. പിന്നീട് അയാൾ ആഗോള ഭക്ഷ്യഭീമന്മാരുമായി കൈകോർത്ത് ലോകത്തിലെ ബിസ്ക്കറ്റ് ബിസിനസ്സിലെ അതികായനായി. 1947 കൊല്ലത്തെ പ്രമുഖ കശുവണ്ടി വ്യവസായിയായിരുന്ന എം ജനാർദ്ദനൻ പിള്ളയുടെയും രാജാമണി അമ്മയുടെയും മകനായിട്ടായിരുന്നു മോഹൻദാസ് രാജൻ പിള്ളയുടെ ജനനം. കുട്ടിക്കാലത്തു തന്നെ അതിസമർത്ഥനായിരുന്നു രാജൻ. പഠനത്തിലും പ്രസംഗത്തിലുമെല്ലാം മികവ് പുലർത്തിയ രാജൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസവും പ്രീ ഡിഗ്രിയും കഴിഞ്ഞ് നേരെ എത്തിയത് കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിലേക്കായിരുന്നു. അവിടെ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. തൻ്റെ മക്കൾ വിദേശത്ത് ജോലി നേടി അവിടെ ജോലി ചെയ്യണമെന്നായിരുന്നു ജനാർദ്ദനൻ പിള്ളയുടെ ആഗ്രഹം. അദ്ദേഹം അക്കാലത്ത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കശുവണ്ടി കയറ്റുമതിക്കാരിൽ ഒരാളായിരുന്നു. എന്തായാലും വിദേശത്ത് ജോലി ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായത് രാജനാണ്. വിദേശത്തേക്ക് പോകുന്നതിന് മുൻപ് രാജൻ തൻ്റെ ഭാഗമായി പിതാവ് നൽകിയ സ്വത്തുക്കളെല്ലാം സഹോദരന്മാർക്ക് വീതിച്ചു കൊടുത്തു. പിന്നീട് അയാൾ സിംഗപ്പൂരിലേക്ക് പോയി. താൻ തുടങ്ങുന്ന ഏത് ബിസിനസ്സിലും മുതൽ മുടക്കാനുള്ള സാമ്പത്തിക ശേഷി തൻ്റെ അച്ഛനുണ്ടായിട്ടും രാജൻ അദ്ദേഹത്തെ ആശ്രയിച്ചില്ല. സ്വന്തം കഴിവുകൊണ്ട് മാത്രമാണ് അദ്ദേഹം തൻ്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. 1973 രാജൻ പിള്ള സിംഗപ്പൂരിൽ സ്വന്തമായി ബിസിനസ് തുടങ്ങുന്നതും അവിടെ സ്ഥിര താമസമാക്കുന്നതും. ആ കൊല്ലം തന്നെയാണ് രാജൻ പിള്ള എന്ന ബിസ്ക്കറ്റ് രാജാവിൻ്റെ ജൈത്രയാത്ര തുടങ്ങുന്നത്. കേരളത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കശുവണ്ടി ഉപയോഗിച്ച് 20th സെഞ്ച്വറി ഫുഡ്സ് എന്ന സംസ്കരണശാലയാണ് ജുറോങ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പിള്ള തുടങ്ങിയത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ പിള്ളയുടെ ബിസിനസ് വളർന്നു. ജപ്പാനിലും മിഡിൽ ഈസ്റ്റിലും മാത്രമല്ല, ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലേക്കും രാജൻ പിള്ളയുടെ കമ്പനി അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചു. സ്വന്തം സമ്പാദ്യവും ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പയും കൊണ്ടാണ് പിള്ള ബിസിനസ്സിന് തുടക്കമിട്ടത്. ആഗോള വിപണി നേടിയെടുത്തെങ്കിലും കിട്ടുന്ന ലാഭം മുഴുവൻ ബാധ്യതകൾ തീർക്കാനാണ് പിള്ള ഉപയോഗിച്ചത്. അങ്ങനെ കമ്പനി ചെറിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി. ബിസിനസ് താളം തെറ്റുമെന്ന് മനസ്സിലായതോടെ രാജൻ പിള്ള സിംഗപ്പൂരിലെ ചില വ്യവസായികളെ തൻ്റെ കമ്പനിയുടെ ഓഹരി ഉടമകളാക്കി. അങ്ങനെ കമ്പനിയെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറ്റാനും ബിസിനസ്സിൽ തൻ്റേതായ സ്ഥാനമുറപ്പിക്കാനും പിള്ളയ്ക്ക് കഴിഞ്ഞു. ഇതിനിടയിൽ പിള്ള വിവാഹിതനുമായി. കൊല്ലത്തു നടന്ന ഒരു പരിപാടിയിൽ അന്നത്തെ കേന്ദ്രമന്ത്രി VK കൃഷ്ണമേനോൻ പങ്കെടുത്തിരുന്നു. ആ വേദിയിൽ രാജൻ പിള്ള ഇംഗ്ലീഷിൽ ഒരു പ്രസംഗം നടത്തി. ഈ പ്രസംഗം VK കൃഷ്ണമേനോനെ വല്ലാതെ ആകർഷിച്ചു. അദ്ദേഹം രാജൻ പിള്ളയെ കൂടുതൽ പരിചയപ്പെട്ടു. ആ പരിചയം പിന്നീട് സൗഹൃദമായി വളർന്നു. എന്തിനേറെ പറയുന്നു, VK കൃഷ്ണമേനോന്റെ അനന്തരവളെ രാജൻ പിള്ളയ്ക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നതിൽ വരെ എത്തി കാര്യങ്ങൾ. പക്ഷേ ആ വിവാഹബന്ധം ഒരുപാട് നാൾ നീണ്ടു നിന്നില്ല. അവർ വേർപിരിഞ്ഞു. തൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഒരുപാട് വിമാനയാത്രകൾ ചെയ്യാറുണ്ടായിരുന്നു രാജൻ പിള്ള. അങ്ങനെ ഒരു വിമാനയാത്രക്കിടയിൽ പിള്ള അതിസുന്ദരിയായൊരു എയർ ഹോസ്റ്റസിനെ കണ്ടുമുട്ടി. അവളെ പരിചയപ്പെട്ടു. ആ പരിചയം പ്രണയത്തിലേക്കും പിന്നെ വിവാഹത്തിലേക്കും എത്തി. ഗോപിക നീന എന്നായിരുന്നു അവളുടെ പേര്. 1978 സ്റ്റാൻഡേർഡ് ബ്രാൻഡ് എന്ന പബ്ലിക് കമ്പനി രാജൻ പിള്ളയുടെ കമ്പനിയുടെ 74% ഓഹരികളും വാങ്ങി. ഇതോടെ പിള്ളയുടെ കമ്പനിയുടെ പേര് 20th സെഞ്ച്വറി സ്റ്റാൻഡേർഡ് ബ്രാൻഡ് എന്നായി മാറി. ഭൂരിഭാഗം ഓഹരികളും വിട്ടെങ്കിലും രാജൻ പിള്ള തന്നെയായിരുന്നു കമ്പനിയുടെ വർക്കിംഗ് ചെയർമാൻ. അമേരിക്കയിൽ ഉൾപ്പെടെ ആഗോളതലത്തിൽ രാജൻ പിള്ളയുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ കുതിച്ചുകയറ്റമാണ് പിന്നീട് ലോകം കണ്ടത്. 1980 20th സെഞ്ച്വറി സ്റ്റാൻഡേർഡ് ബ്രാൻഡ് ലണ്ടനിലെ നബിസ്കോ ഫുഡ്സ് എന്ന വമ്പൻ കമ്പനിയുമായി ലയിച്ചു. അന്ന് ഓഹരികൾ വിറ്റെങ്കിലും ചെയർമാൻ സ്ഥാനത്ത് പിള്ള തന്നെയായിരുന്നു. 1988 രാജൻ പിള്ള ബ്രിട്ടനിലെ അസോസിയേറ്റഡ് ബിസ്ക്കറ്റ്സ് ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനി $4.4 കോടി വാങ്ങി. അതോടെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഇന്ത്യയിലെ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് കമ്പനിയുടെ 38% ഓഹരികളും പിള്ളയുടെ കയ്യിലെത്തി. ബിസിനസ്സിൽ പിള്ളയ്ക്കുള്ള പ്രാവീണ്യം ബ്രിട്ടാനിയയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തു. പിള്ളയുടെ നിയന്ത്രണത്തിലായതോടെ ബ്രിട്ടാനിയ കമ്പനി കൂടുതൽ ഉയർച്ചയിലേക്കെത്തി. ജപ്പാനിലേക്കും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമൊക്കെ ബ്രിട്ടാനിയ തങ്ങളുടെ കയറ്റുമതി വ്യാപിപ്പിച്ചു. രാജൻ പിള്ളയുടെ ബിസിനസ് സാമ്രാജ്യം വീണ്ടും വളരുകയായിരുന്നു. ഏഷ്യ പസഫിക് മേഖലയിൽ മാത്രം 640 കോടി രൂപയുടെ ബിസിനസ്സാണ് രാജൻ പിള്ള നിയന്ത്രിച്ചിരുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ബിസ്ക്കറ്റ് നിർമ്മാതാക്കളായ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിനെ കൂടാതെ ഇംഗ്ലീഷ് ബിസ്ക്കറ്റ് മാനുഫാക്ചേഴ്സ് പാകിസ്ഥാൻ,
മലേഷ്യ ആസ്ഥാനമായ മറ്റൊരു ബിസിനസ് കമ്പനി എന്നിവയും രാജൻ പിള്ളയുടെ കയ്യിലായി. ലോക വ്യവസായ ഭൂപടത്തിന്റെ തലപ്പത്ത് ഒരു മലയാളി സ്ഥാനം പിടിച്ചതിൽ കേരളം മാത്രമല്ല രാജ്യവും അഭിമാനം കൊണ്ടു. അക്കാലത്ത് സിംഗപ്പൂർ ടൈംസ് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിലാണ് പിള്ളയെ ആദ്യമായി ബിസ്ക്കറ്റ് രാജാവ് എന്ന് വിശേഷിപ്പിച്ചത്. രാജൻ പിള്ള എന്ന ബിസിനസ് ചക്രവർത്തിയുടെ ഉദയവും അസ്തമയവും സിംഗപ്പൂരിൽ തന്നെയായിരുന്നു. ബിസ്ക്കറ്റ് ബിസിനസ് ലോകത്ത് മുടിച്ചൂടാ മന്നനായി വാഴുമ്പോഴും പിള്ളയ്ക്ക് നിരവധി ശത്രുക്കളുണ്ടായിരുന്നു. പിള്ളയ്ക്കെതിരെ അക്കാലത്ത് സിംഗപ്പൂർ കോടതിയിൽ സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ചുള്ള ഒരു പരാതി വന്നു. 1992 നവംബറിൽ സിംഗപ്പൂരിലെ കൊമേഴ്സ് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് രാജൻ പിള്ളയ്ക്കെതിരെ ക്രിമിനൽ കുറ്റം ആരോപിച്ച് നോട്ടീസ് നൽകി. റോസ് ജോൺസൺ എന്ന കനേഡിയൻ വ്യവസായിയാണ് സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് പിള്ളയ്ക്കെതിരെ ആദ്യം പരാതി നൽകിയത്. പിള്ളയുടെ ബിസിനസ് പാർട്ണർ കൂടിയായിരുന്നു റോസ് ജോൺസൺ. 26 കുറ്റങ്ങളാണ് പിള്ളയ്ക്കെതിരെയുള്ള പരാതിയിൽ ആരോപിച്ചിരുന്നത്. 2000 കോടിയോളം രൂപ ആസ്തിയുള്ള ബ്രിട്ടാനിയ ഗ്രൂപ്പിന്റെ മുൻ മാനേജിംഗ് ഡയറക്ടർ തന്റെ സ്വന്തം സ്ഥാപനങ്ങളുടെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ ബ്രിട്ടാനിയയിൽ നിന്ന് $14 ദശലക്ഷം വകമാറ്റി ചെലവാക്കിയെന്നായിരുന്നു പിള്ളയ്ക്കെതിരെയുള്ള പ്രധാന ആരോപണം. 1993 മുംബൈ വ്യവസായി നുസ്ലി വാഡിയ ബ്രിട്ടാനിയ കമ്പനി സ്വന്തമാക്കി. $500 ദശലക്ഷം ആയിരുന്നു അന്ന് രാജൻ പിള്ളയുടെ കമ്പനിയുടെ ആസ്തി. തനിക്ക് വേണ്ടി വാദിക്കാനായി ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിശ്വസ്തനായ അഭിഭാഷകൻ അലൻ ജോൺസിനെ തന്നെ പിള്ള രംഗത്തിറക്കി. എന്നാൽ അലൻ ജോൺസിന്റെ വാദത്തിന് പിള്ളയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. സിംഗപ്പൂർ കോടതി പിള്ളയെ 14 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. സിംഗപ്പൂർ കോടതിയിൽ രാജൻ പിള്ളയ്ക്ക് നീതി കിട്ടില്ല എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് അലൻ ജോൺസ് കേസിൽ നിന്ന് പിന്മാറി. നീതിയുടെ അടിസ്ഥാന നിലവാരം പോലും ലംഘിക്കപ്പെടുന്നു എന്നാരോപിച്ച് അലൻ ജോൺസ് പിള്ളയ്ക്കെതിരെ എതിർകക്ഷികൾ കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾ കെട്ടിച്ചമച്ചതാണെന്നും അതിൽ ഗൂഢാലോചനയുണ്ടെന്നും തുറന്നടിച്ചു. കോടതി വിധി ഏകപക്ഷീയമായിരുന്നു എന്ന് അന്ന് പിള്ളയും കുടുംബവും ആരോപിച്ചിരുന്നു. സിംഗപ്പൂർ കോടതിയിൽ നിന്ന് തനിക്ക് നീതി കിട്ടില്ല എന്ന് മനസ്സിലായ പിള്ള രഹസ്യമായി ഇന്ത്യയിലേക്ക് വിമാനം കയറി. സിംഗപ്പൂർ കോടതി വിധിച്ച 14 വർഷത്തെ ശിക്ഷ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയിലിരുന്ന് കേസ് നടത്താമെന്നായിരുന്നു പിള്ളയുടെ കണക്കുകൂട്ടൽ. എന്നാൽ പിള്ള വിചാരിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. രാജ്യത്തിനകത്തും പുറത്തും വൻ വ്യവസായ നീക്കങ്ങൾ നടത്തിയ രാജൻ പിള്ളയ്ക്ക് ഇന്ത്യയിലും നിരവധി ശത്രുക്കൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെത്തിയ പിള്ളയെ അറസ്റ്റ് ചെയ്യാനൊന്നും സിംഗപ്പൂർ പോലീസ് മെനക്കെട്ടില്ല. പക്ഷേ പിള്ളയുടെ ശത്രുക്കൾ വെറുതെ ഇരുന്നില്ല. ഇന്ത്യയിലെത്തിയ പിള്ള തിരുവനന്തപുരം അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടി. എന്നാൽ കേരള ഹൈക്കോടതി ആ ജാമ്യം റദ്ദാക്കി ഡൽഹി കോടതിയിലേക്ക് കേസ് കൈമാറി. ഡൽഹി കോടതിയും ജാമ്യ ഹർജി തള്ളിയതോടെ 1995 ജൂലൈ 4 ഡൽഹിയിലുള്ള ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് രാജൻ പിള്ളയെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത രാജൻ പിള്ളയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. പിള്ളയെ കോടതി തിഹാർ ജയിലിലേക്ക് അയച്ചു. ജയിലിലെത്തിയ പിള്ള താൻ ലിവർ സിറോസിസ് രോഗിയാണെന്നും അതിനുള്ള ചികിത്സ വേണമെന്നും ജയിൽ ജീവനക്കാരോട് ആവശ്യപ്പെട്ടു. എന്നാൽ അവരത് കേട്ട ഭാവം നടിച്ചില്ല. പിറ്റേന്നു തന്നെ തനിക്ക് ചികിത്സ നിഷേധിക്കുന്നു എന്നാരോപിച്ച് പിള്ള കോടതിയെ സമീപിച്ചു. പിള്ളയെ ജയിലിലേക്ക് അയക്കുമ്പോൾ അയാൾ ഒരു രോഗിയാണെന്നും മതിയായ ചികിത്സ നൽകണമെന്നും മജിസ്ട്രേറ്റ് പ്രത്യേകം ഉത്തരവിട്ടിരുന്നു. പക്ഷേ ഈ ഉത്തരവ് ജയിൽ അധികൃതരുടെ കയ്യിൽ എത്തിയിട്ടില്ലായിരുന്നു. അതൊരു പക്ഷേ യാദൃച്ഛികമായിട്ടായിരിക്കാം. 1995 ജൂലൈ 7 കോടതിയിൽ വിചാരണയ്ക്ക് കൊണ്ടുവന്ന പിള്ളയ്ക്ക് തൻ്റെ വക്കീലിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. പെട്ടെന്ന് തന്നെ പിള്ളയെ ദീൻദയാൽ ഉപാധ്യായ ആശുപത്രിയിലെ ICUവിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ കുറച്ചു സമയത്തിനു ശേഷം പിള്ള മരണത്തിന് കീഴടങ്ങി. ജയിലിൽ വെച്ച് ചോര ഛർദ്ദിച്ച പിള്ളയെ മരിച്ച നിലയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്ന വാദവും നിലനിൽക്കുന്നുണ്ട്. 5ലധികം രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടന്ന $1 ബില്യൺ വ്യവസായത്തിന്റെ അധിപനായിരുന്ന രാജൻ പിള്ളയുടെ മരണം രാജ്യത്ത് വലിയ കോളിളക്കമുണ്ടാക്കി. നീതിന്യായ വ്യവസ്ഥയെയും ഭരണകൂടത്തെയും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ചർച്ചകൾ പലയിടങ്ങളിലും ഉയർന്നു. പിള്ളയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടെന്നായിരുന്നു ഒരു വിഭാഗത്തിന്റെ വാദം. ആ വാദത്തിന്റെ പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു. സ്വന്തം ഭാര്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സുശീൽ ശർമ്മയ്ക്ക് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു. അതേ ദിവസമാണ് വിദേശത്ത് സാമ്പത്തിക കുറ്റകൃത്യം ആരോപിക്കപ്പെട്ട ഇന്ത്യയിൽ യാതൊരു കേസും നിലവിലില്ലാത്ത രാജൻ പിള്ള അടിയന്തര ചികിത്സ നിഷേധിക്കപ്പെട്ട മരണമടഞ്ഞത്. സുശീൽ ശർമ്മയ്ക്ക് കോടതിയിൽ നിന്ന് വഴിവിട്ട നിരവധി ആനുകൂല്യങ്ങൾ കിട്ടിയിരുന്നു എന്നുള്ള വാർത്തകൾ പിന്നീട് പുറത്തു വന്നിരുന്നു. സുശീൽ ശർമ്മയ്ക്ക് ഇടയ്ക്കിടെ വൈദ്യ പരിശോധനകൾ നടത്താൻ നിർദ്ദേശിച്ച കോടതി അയാൾക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ഉടനടി ചികിത്സ നൽകാനും അയാൾക്ക് നൽകുന്ന ഭക്ഷണം വക്കീലിനെ കൊണ്ട് പരിശോധിപ്പിക്കാനും ചോദ്യം ചെയ്യുന്നത് വക്കീലിന്റെ സാന്നിധ്യത്തിലായിരിക്കാനും നിർദ്ദേശിച്ചിരുന്നു. തന്റെ ഭാര്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു പ്രതിയോടാണ് കോടതി ഇത്രയേറെ ദയ കാണിച്ചത് എന്നോർക്കണം. അതേസമയം രാജൻ പിള്ളയ്ക്ക് ഈ ആനുകൂല്യങ്ങൾ നൽകിയില്ല എന്നുള്ളതാണ് കോടതി പോലും രാജൻ പിള്ള കേസിൽ വിമർശിക്കപ്പെടാൻ കാരണം. സുശീൽ ശർമ്മയ്ക്ക് ജാമ്യം നൽകിയ മജിസ്ട്രേറ്റ് കോടതിയെ പിന്നീട് മദ്രാസ് ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു.
ഒരു പ്രതിസന്ധിയിലും പതറാത്തയാളായിരുന്നു രാജൻപിള്ള. കോടതിയിലേക്ക് പോലീസ് വലിച്ചുകൊണ്ടു പോകുമ്പോഴും മുഖത്ത് ചിരി വരുത്താൻ രാജൻപിള്ള ശ്രദ്ധിച്ചിരുന്നു എന്ന് അന്നത്തെ ടെലിവിഷൻ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുമായിരുന്നു എന്ന് ചിലർ പറയുന്നു. കോടതിയിലേക്ക് കൊണ്ടുവന്ന 3 ദിവസങ്ങളിലും അദ്ദേഹത്തെ ധരിപ്പിച്ചിരുന്നത് ഒരേ ടീഷർട്ട് തന്നെയായിരുന്നു. മരിച്ചപ്പോഴും അദ്ദേഹം ധരിച്ചിരുന്ന ടീഷർട്ട് അതുതന്നെയായിരുന്നു. തിഹാർ ജയിലിൽ നിന്ന് മരിച്ചോ അല്ലെങ്കിൽ മരണാസന്നനായോ ആശുപത്രിയിൽ എത്തിച്ച രാജൻപിള്ളയുടെ മൃതദേഹം കിടത്തിയിരുന്ന സ്ട്രെച്ചറിൽ പുതപ്പിക്കാനിട്ടിരുന്നത് ഒരു കീറത്തുണിയായിരുന്നു എന്ന് പിള്ളയുടെ ഭാര്യ നീന തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം മാതൃരാജ്യത്ത് നീതി നിഷേധിക്കപ്പെട്ട് വേട്ടയാടപ്പെട്ട രാജൻപിള്ളയെ മാധ്യമങ്ങളും അതിക്രൂരമായി വേട്ടയാടി. ദേശീയ മാധ്യമങ്ങളിലെ പിള്ളയുടെ മരണ വാർത്തകളിൽ പോലും അദ്ദേഹത്തെ സാമ്പത്തിക കുറ്റവാളി, പിടിച്ചുപറിക്കാരൻ എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചത്. രാജൻപിള്ള സിംഗപ്പൂരിൽ നടത്തി എന്നാരോപിക്കുന്നത് ഒരു സാമ്പത്തിക തിരിമറി മാത്രമാണ്. രാജ്യത്തിന്റെ ആകെ സാമ്പത്തിക നിലയെ തന്നെ ബാധിക്കുന്ന കുറ്റകൃത്യങ്ങൾ നടത്തി രാജ്യം വിട്ട വിജയ് മല്യയെ പോലെയുള്ളവരുണ്ടെങ്കിലും അവർക്കാർക്കും രാജൻപിള്ളയുടെ ഗതി ഉണ്ടായിട്ടില്ല. പിള്ളയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ നീന പിള്ള കോടതിയെ സമീപിച്ചു. ജയിൽ ഡോക്ടർമാരുടെയും ജയിൽ അധികൃതരുടെയും അനാസ്ഥയാണ് രാജൻപിള്ളയുടെ മരണത്തിന് കാരണമെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. കരൾ വീക്കം ഗുരുതരമായി ചികിത്സ കിട്ടാതെ 3 ദിവസമാണ് പിള്ളയ്ക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. രാജൻപിള്ളയുടെ ശത്രുക്കളായ ചില വ്യവസായികളും ജയിൽ ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തിയ ഗൂഢാലോചനയാണ് പിള്ളയുടെ മരണത്തിന് കാരണമെന്നായിരുന്നു മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ പരാതിയിൽ നീന പിള്ള ആരോപിച്ചത്. രാജൻപിള്ളയുടെ മരണം രാജ്യത്തെയാകെ ഞെട്ടിച്ചു. സംഭവം വിവാദമായതോടെ പിള്ളയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ലീല സേഠ് അധ്യക്ഷനായ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. ഈ അന്വേഷണത്തിൽ പിള്ളയുടെ മരണത്തിനു കാരണം മതിയായ ചികിത്സ നൽകാത്തതാണെന്ന് കണ്ടെത്തി. തിഹാർ ജയിൽ മെഡിക്കൽ ഓഫീസറെ സസ്പെൻഡ് ചെയ്തു. ഇതോടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നീന പിള്ള തിഹാർ ജയിൽ അധികൃതർക്കെതിരെ കേസ് നൽകി. 1 കോടി രൂപയായിരുന്നു നീന പിള്ള ആവശ്യപ്പെട്ടത്. തിഹാർ ജയിൽ അധികൃതർ നഷ്ടപരിഹാരമായി 6 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിരുന്നു. പണത്തിന് അവകാശം ഉന്നയിച്ച് രാജൻപിള്ളയുടെ അമ്മയും രംഗത്തെത്തി. അതോടെ നഷ്ടപരിഹാരമായി കിട്ടിയ രൂപ വീതിച്ചു നൽകാൻ കോടതി ഉത്തരവിട്ടു. തനിക്ക് കിട്ടിയ പണം ഡൽഹിയിലെ ലീഗൽ എയ്ഡ് ഡിപ്പാർട്ട്മെന്റിനും കേരളത്തിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കുമായി അവർ വിനിയോഗിച്ചു. 2001 കേസ് CBI ഏറ്റെടുത്തു. എന്നാൽ ഉദ്യോഗസ്ഥരെ അടക്കം മാറ്റിക്കൊണ്ട് ആരൊക്കെയോ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഭരണകൂടത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കെത്തിയ ജയിൽ മരണചരിത്രങ്ങളുടെ കറുത്ത ഏടുകളിലൊന്ന് രാജൻപിള്ളയുടേതാണ്. പിള്ളയുടെ മരണശേഷം ഭർത്താവിൻ്റെ പേരിൽ സ്ഥാപിച്ച രാജൻപിള്ള മെമ്മോറിയൽ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു നീന പിള്ള. പിള്ളയ്ക്കെതിരെ സിംഗപ്പൂരിൽ കേസ് നൽകിയ അദ്ദേഹത്തിന്റെ ബിസിനസ് പാർട്ണർ കൂടിയായ റോസ് ജോൺസൺ MP-യും കേന്ദ്രമന്ത്രിയുമായിരുന്ന ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന് കൈക്കൂലി നൽകിയെന്നും അയാളുടെ ഇടപെടലാണ് പിള്ളയുടെ തകർച്ചയ്ക്കും പിന്നീടുണ്ടായ മരണത്തിനും കാരണമായതെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. രാജൻപിള്ളയുടെ മരണത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം തേടിയുള്ള നീന പിള്ളയുടെ പോരാട്ടം വിജയം കണ്ടില്ല. രാജൻപിള്ളയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കടുത്ത മാനസിക സംഘർഷത്തിലാണ് മരണം വരെ ജീവിച്ചത്. 2005 പിള്ളയുടെ അച്ഛൻ ജനാർദ്ദനൻ പിള്ളയും 2015 അമ്മ രാജാമണിയമ്മയും മരിച്ചു. മരണത്തിലേക്ക് നടന്നു പോകുമ്പോൾ 6 രാജ്യങ്ങളിലായി 1300 കോടിയുടെ ആസ്തിയുണ്ടായിരുന്ന രാജൻപിള്ളയ്ക്ക് വെറും 47 വയസ്സ് മാത്രമായിരുന്നു പ്രായം. പിള്ളയുടെ മരണശേഷം ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ 5 ലക്ഷം ഹെക്ടർ കശുവണ്ടിത്തോട്ടം ഓസ്ട്രേലിയൻ സർക്കാർ ദേശസാൽക്കരിക്കുകയും അതിന്റെ നഷ്ടപരിഹാരം നീന പിള്ളയ്ക്ക് നൽകുകയും ചെയ്തു. ലണ്ടനിൽ രജിസ്റ്റർ ചെയ്ത രാജൻപിള്ളയുടെ വിൽപത്രത്തിന്റെ പേരിലും പിന്നീട് നീന പിള്ളയും രാജൻപിള്ളയുടെ സഹോദരങ്ങളുമായും തർക്കമുണ്ടായി. രാജൻപിള്ളയുടെ അമ്മാവനായിരുന്നു കശുവണ്ടി വ്യവസായിയും ചലച്ചിത്ര നിർമ്മാതാവുമായിരുന്ന അച്ചാണി രവി എന്ന K. രവീന്ദ്രൻ നായർ. 2020 ആകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യസ്ഥാപനത്തിന്റെ ഉടമയാകുക എന്നുള്ളതായിരുന്നു രാജൻപിള്ളയുടെ സ്വപ്നം. ബ്രിട്ടാനിയ കമ്പനി നഷ്ടപ്പെട്ടതോടെ തായ് അഗ്രി ഫുഡ്സ് വാങ്ങാൻ ബാങ്ക് ഓഫ് കൊമേഴ്സിൽ നിന്ന് രാജൻപിള്ള വായ്പയെടുത്തു. ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കളെ സ്വാധീനിച്ച് സിംഗപ്പൂരിലെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് വാഗ്ദാനം ചെയ്ത് വിവാദ സന്യാസിയായ ചന്ദ്രസ്വാമി പിള്ളയെ സമീപിച്ചു. ഇതിനായി ചന്ദ്രസ്വാമിക്ക് പിള്ള കൈക്കൂലിയായി നൽകിയത് കോടികളാണ്. നൂതന ആശയങ്ങളുള്ള സത്യസന്ധനായ മനുഷ്യൻ അതായിരുന്നു രാജൻപിള്ള. അതുകൊണ്ടാണല്ലോ അറ്റ്ലസ് രാമചന്ദ്രനെ പോലെ ഒരുപക്ഷെ അതിലും ദയനീയമായി ആ മനുഷ്യന് ജയിലറയ്ക്കുള്ളിൽ ചോര തൊപ്പി മരിക്കേണ്ടി വന്നത്. അന്നും ഇന്നും എന്നും ലോകത്ത് ബിസ്ക്കറ്റ് രാജാവിന് ഒരേയൊരു പേരേയുള്ളൂ, രാജൻപിള്ള.